അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെ നമുക്ക് സമ്പത്ത് കിട്ടണം, സമ്പത്ത് അധികരിക്കണം എന്നൊക്കെ ആയിരിക്കുമല്ലോ. സമ്പത്തില്ലാതെ നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാനാവുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം നിറവേറാനും സമ്പത്ത് നിങ്ങളെ തേടി വരാനും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനുമുള്ള ഒരു അത്ഭുത ദിക്ർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ, ഈ ഒരു കുഞ്ഞു ദിക്ർ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉയർന്ന നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ജോലിയിൽ വലിയ മുന്നോട്ട് കയറ്റം ഉണ്ടാവും. ജോലിയില്ലാത്തവരാ ചൊല്ലുന്നതെങ്കിൽ അവർക്ക് നല്ല ജോലി അള്ളാഹു പെട്ടെന്ന് തന്നെ തരുകയും ചെയ്യും. അതിലൂടെ ഉയർന്ന സാലറി, ഉയർന്ന ശമ്പളം കിട്ടുകയും ചെയ്യും. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടും. നമ്മുടെ ഈ ദുനിയാവിൽ എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഇല്ല. ഒന്നെങ്കിൽ സമ്പത്തിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം, വീടില്ലാത്ത പ്രശ്നം, മക്കളില്ലാത്ത പ്രശ്നം, അസുഖം ഉള്ള പ്രശ്നം, അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ സമാധാനമില്ലാത്ത പ്രശ്നം എന്തുമാവട്ടെ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനുള്ള പ്രതിവിധി കിട്ടും. ഇനി ഞാൻ പറയുന്ന ഈ ഒരു അമല് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. നിങ്ങളുടെ ദുആ അള്ളാഹു എളുപ്പം സ്വീകരിക്കാൻ കാരണമാവും. അതുപോലെ നിങ്ങൾക്ക് തൊടുന്നതെല്ലാം വിജയിക്കാൻ കാരണമാവും. വിജയത്തിൻ്റെ ഒരു ദിക്റാണ്. അതുകൊണ്ട് ഈ ഒരു ദിക്ർ പതിവാക്കുക. സാമ്പത്തിക മുന്നോട്ട് കയറ്റമുണ്ടാവും. കടങ്ങൾ വീടിക്കിട്ടും. സാമ്പത്തിക ഞെരുക്കം മാറിക്കിട്ടും. ദാരിദ്ര്യം മാറിക്കിട്ടും. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി ചെയ്യണം. അള്ളാഹു എനിക്ക് ഉത്തരം തരും, എൻ്റെ അള്ളാഹുവിനാണ്, റബ്ബിനാണ് ഞാൻ ഈ ദിക്ർ ചൊല്ലുന്നത് എന്നൊരു ബോധം വേണം. എന്നെ പടച്ച അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ചൊല്ലുന്നത്, അള്ളാഹു എന്നെ കൈവിടില്ല എന്നൊരു ഉറച്ച വിശ്വാസം മനസ്സിൽ വേണം. എനിക്ക് ഓരോ നിമിഷവും ആയുസ് തരുന്നതും ശ്വാസം കഴിക്കാൻ കഴിവ് തരുന്നതും പടച്ച റബ്ബാണ് എന്നൊരു ബോധം വേണം. നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് തന്നിട്ടുണ്ട്. കൈകൾ തന്നിട്ടുണ്ട്, കാലുകൾ തന്നിട്ടുണ്ട്, ശ്വാസം കഴിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, ഭക്ഷണങ്ങൾ തരുന്നുണ്ട്, മക്കളെ തരുന്നുണ്ട്, ഭർത്താവിനെ തരുന്നുണ്ട്, സാമ്പത്തികം തരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇന്നേവരെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ഒരു നന്ദിയുള്ളവരായിട്ട് മാറിയിട്ടുണ്ടോ? നമുക്ക് അള്ളാഹു തരുന്ന അനുഗ്രഹം ഓരോ ദിവസവും നിങ്ങൾ എണ്ണി പറഞ്ഞ് അള്ളാഹുവിനോട് ഹംദ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കൊണ്ടുപോവുക. നമ്മൾ അള്ളാഹു തരുന്ന ഓരോ അനുഗ്രഹവും ഹംദ് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് സ്തുതിക്കുക. അള്ളാഹ്, നീ എനിക്ക് ഇത്ര വലിയ അനുഗ്രഹം തന്നല്ലോ അള്ളാഹ്, അൽഹംദുലില്ലാ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ നീട്ടിത്തരാൻ പറയുക. അള്ളാഹുവിനോട് അനുഗ്രഹത്തെ നമ്മുടെ അവസാന നിമിഷം വരെ നമ്മുടെ കൂടെ ഉണ്ടാവാനായിട്ട് ദുആ ചെയ്യുക. ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും അള്ളാഹു തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചൊല്ലേണ്ട ദിക്റാണ് 5 വക്ത് നിസ്കരിക്കണം. 5 വക്ത് നിസ്കരിച്ചാലേ നമ്മൾ ചൊല്ലുന്ന ദുആയ്ക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. നിങ്ങൾ സുബഹി നിസ്കാര ശേഷം നിങ്ങളുടെ വിജയത്തിൻ്റെ ദിക്റായ നിങ്ങൾ സുബഹിയുടെ ശേഷമുള്ള എല്ലാ ദിക്റുകളും ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ദുആ ചെയ്തതിന് ശേഷം നിങ്ങൾ വലത്തെ കൈ ഇടത്തെ നെഞ്ചത്ത് വെച്ചിട്ട് നിങ്ങൾ ചൊല്ലുക. യാ ഫത്താഹു യാ അല്ലാഹ് 71 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇങ്ങനെ ഒരു ദിവസം ചെയ്താൽ പോരാ, ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ ദിവസവും സുബഹിക്ക് ഇതുപോലെ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ വലിയൊരു വിജയത്തിൻ്റെ മാറ്റമുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരുപാട് പേർക്ക് ഇങ്ങനെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട്. ഫതഹ് സൂറത്തും അതുപോലെ ഫത്താഹ് എന്നുള്ള ദിക്റ് കൊണ്ടൊക്കെ ഒരുപാട് ഉപയോഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് നിങ്ങൾ ചൊല്ലുക 71 പ്രാവശ്യം. അതുപോലെ പകൽ സമയങ്ങളിൽ 5 വക്ത് നിസ്കാര ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ സമയത്തിന് ശേഷം നിങ്ങൾ യാ ലത്തീഫ് യാ അല്ലാഹ് 129 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദുആ എളുപ്പം സ്വീകരിക്കും. ഈ 2 അമല് ജീവിതത്തിൽ ദിവസവും നിങ്ങൾ ചെയ്യുക. യാ ലത്തീഫ് യാ അല്ലാഹ് എന്നത് നിങ്ങൾ ഒരു ദിവസം അസറിന് ചൊല്ലിയാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് മഗ്‌രിബിന് ചൊല്ലാം. അതിനങ്ങനെ കറക്റ്റ് സമയമൊന്നുമില്ല. നമുക്ക് തോന്നുമ്പോഴൊക്കെ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു ദിക്റിൻ്റെ മഹത്വം മനസ്സിലാക്കി ദിവസവും നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ, എളുപ്പം സ്വീകരിക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.